നമസ്കാരം, എല്ലാവർക്കും ഇൻസൈറ്റ് ലേണിംഗിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പഠിച്ചിരുന്നത്. ഇന്ന് അരിത്തമെറ്റിക് സീക്വൻസിന്റെ രണ്ടാമത്തെ സെക്ഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു എക്സാമ്പിളോടെ നോക്കാം. 2, 6, 10, 14, 18 ഇവ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അതെ അല്ലേ. ഒരു ഫിക്സഡ് നമ്പറാണ് കൂടിക്കൂടി പോകുന്നത്. അതായത് 4 കൂടിക്കൂടിയാണ് പോകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞാലോ? എന്തുവാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ഒരു ഫിക്സഡ് നമ്പർ കൂടി പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ഒരു ഫിക്സഡ് നമ്പർ കൂടി പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താവും? എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് ഫ്രം എനി നമ്പർ and adding a fixed number repeatedly is called a arithmetic sequence. അതായത് a sequence got by starting with any number and adding a fixed number is called a arithmetic sequence. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നോക്കാം. അതായത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ വെറുതെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് വെറുതെ ഒന്ന് നിരത്തി പിടിച്ച് എഴുതി നോക്കുക. അതായത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്തൊക്കെ വരും? 1, 3, 5, 7, 9. ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. എന്ത് ആഡ് ചെയ്ത് പോകുന്നു? 2 ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സോ? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8, 10. അപ്പൊ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് ചുമ്മാ നിരത്തി പിടിച്ച് എഴുതുന്നു. അത് ഒരു ഏതെങ്കിലും ഒരു നമ്പർ 2 തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ അല്ലേ കൂടി പോകുന്നത്. അപ്പൊ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെക്ക് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ നമുക്ക് മറ്റൊരു രീതിയിലും ചെക്ക് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കുക. അടുപ്പിച്ചുള്ള ഇഷ്ടമുള്ള 2 നമ്പർ. അതിലെ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള അടുപ്പിച്ചുള്ള 2 നമ്പർ എടുക്കുന്നു. അതിലെ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 4 - 2 = 2 എന്ന് വരും. അതുപോലെ തന്നെ വേറെ ഇഷ്ടമുള്ള 2 നമ്പർ, അതിലെയും രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യണം. അതായത് 10ൽ നിന്ന് 8 മൈനസ് ചെയ്യണം. അപ്പൊ 10 - 8 2 സെയിം ആയിട്ട് വന്നില്ലേ? 2 സെയിം ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ക്വസ്റ്റ്യൻ. അതായത് ഓഡ് നമ്പറിന്റെ ഹാഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ഓഡ് നമ്പറിന്റെ ഹാഫ് കണ്ടുപിടിക്കണം. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഓഡ് നമ്പർ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നല്ല ക്വസ്റ്റ്യൻ. ഓഡ് നമ്പറിന്റെ ഹാഫ് 1/2, 3/2, 5/2, 7/2, 9/2. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും മതി. നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കുന്നു, മൈനസ് ചെയ്യുന്നു. 3/2 - 1/2. ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ 2 എഴുതി. 3 - 1 2. 2/2 = 1. ഓക്കെ അല്ലേ? അതുപോലെ വേറെ ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കുന്നു. 9/2 മൈനസ് ഇത് 7/2 എഴുതിയിട്ടുണ്ട്. 7/2 മൈനസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, എഴുതി. 9 - 7 2. ഇപ്പൊ 2/2 = 1. 2 സെയിം ആണെന്ന് കിട്ടിയില്ലേ? ഇപ്പൊ 2 സെയിം ആണെങ്കിൽ എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആണ്. ഇങ്ങനെ ഈ കിട്ടുന്ന നമ്പറാണ് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പൊതുവ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസ്. ആദ്യത്തെ നമ്പറിന് പറയുന്ന പേര് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആദ്യത്തെ നമ്പറിന് പറയുന്ന പേര് ഫസ്റ്റ് ടേം, ആദ്യ പദം എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എ എന്നായിരുന്നു. ഈ കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡി എന്നായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. അതായത് 2ന്റെ കൃതികൾ, 2ന്റെ പവേഴ്സ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് 2ന്റെ പവേഴ്സ് എല്ലാം നിരത്തി അങ്ങ് എഴുതുക. 2ന്റെ പവർ ഏതൊക്കെയാ?
2⁻1 ഉണ്ട്, 2ന്റെ സ്ക്വയർ ഉണ്ട്, 2ന്റെ ക്യൂബ് ഉണ്ട്, 2⁴. ഇതൊക്കെയാണ് എന്താണ് രണ്ടിന്റെ പവർ അല്ലെങ്കിൽ രണ്ടിന്റെ കൃതികൾ. 2⁻1 2 നിന്നാണ്, 2ന്റെ സ്ക്വയർ 4, 2ന്റെ ക്യൂബ് 8, 2⁴ 16 ഇങ്ങനെ പോകുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദ്യം. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നമ്മൾ അവസാനം എന്താക്കി? ഇതുപോലെ ആക്കി. 2, 4, 8, 16 എന്നിവരെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഇഷ്ടമുള്ള രണ്ട് നമ്പർ എടുത്തു. 4, 2, 4. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്തു 2. അടുത്ത രണ്ട് നമ്പർ എടുത്തു. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്തു 8. രണ്ടും ഡിഫറെന്റ് അല്ലേ? രണ്ടും വ്യത്യാസമല്ലേ? അപ്പൊ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പം 2, 6, 10, 14 ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് അറിയാം. ഇതിലെ ഒന്നാമത്തെ ടേമാണ് 2, രണ്ടാമത്തെ ടേമാണ് 6, മൂന്നാമത്തെ ടേമാണ് 10, നാലാമത്തെ ടേമാണ് 14. അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ടേം എത്ര? 100ാമത്തെ ടേം എത്ര? കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത്ര നമ്മൾ കൂടി പോകണം. 5ാമത്തെ ടേം പറഞ്ഞാൽ നമുക്ക് എഴുതാം, 18 എഴുതാം. കാരണം 14ന്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ആണല്ലോ, 4 കൂട്ടിയാൽ മതി. അടുത്ത ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ആ 4 വീണ്ടും കൂട്ടി 22. അങ്ങനെ 50 വരെ കൂട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ആൾജിബ്ര ഓഫ് സീക്വൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന കൺസെപ്റ്റാണ് ആൾജിബ്ര ഓഫ് സീക്വൻസസ്. അപ്പൊ എന്താണ് നോക്കാം. 2, 6, 10, 14 ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ താഴേക്ക് എഴുതിയേക്കോ. അതെങ്ങനെ കിട്ടിയത്? എങ്ങനെ? ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് ടൈം എഴുതി. നമ്മൾ ഫസ്റ്റ് ടൈമിനെ സാധാരണ എന്ത് ചെയ്യും? എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈം എങ്ങനെ കിട്ടിയത്? ഈ ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഇവിടെ എടുത്തിരിക്കുന്ന ഡിഫറൻസ് കൂട്ടി. ഇവിടുത്തെ ഡിഫറൻസ് എത്രയായിരുന്നു? 4 കൂടി പോവായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ടൈം കിട്ടിയിരിക്കുന്ന എങ്ങനെയാണ്? 2 + 4. അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണം? 7 കൂടെ എന്ത് കൂട്ടണം? ആ ഡിഫറൻസ് കൂട്ടണം. ഡിഫറൻസ് കൊണ്ട് ഡി കൂട്ടണം. മൂന്നാമത്തെ ടൈം എങ്ങനെ കിട്ടി? നമുക്ക് ഓൾറെഡി 2 + 4 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വീണ്ടും എന്ത് കൂട്ടി? ആ കോമൺ ഡിഫറൻസ് ഒന്നുകൂടെ കൂട്ടി. ഇവിടെ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈമിൻ്റെ കൂടെ, രണ്ടാമത്തെ ടൈം A + B ആണ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഡി കൂട്ടി. അടുത്ത ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വീണ്ടും 2 + 4 + 4 നമുക്ക് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ 4 കൂട്ടുന്നു. ഇവിടെ എന്ത് ചെയ്യണം? A + B + D + D. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഷോർട്ടാക്കിയാൽ നമുക്ക് എ പ്രത്യേകിച്ച് ഷോർട്ടാക്കി എഴുതാൻ പറ്റില്ല. A + D പറ്റത്തില്ല. ഇത് പറ്റുമല്ലോ. ഒരേ ഉണ്ട്. എത്ര ഡി ഉണ്ട്? 2 ഡി ഉണ്ട്. ഇതോ ഒരേ ഉണ്ട്, 3 ഡി ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം A + 1 ഡി, തേർഡ് ടേം ആയപ്പോൾ എന്തായി? A + എത്ര ഡി ആയി? 2 ഡി. ഫോർത്ത് ടേം ആയപ്പോൾ എത്ര വന്നു? A + ഫോർത്ത് ടേം ആയപ്പോൾ A + 3 ഡി. അപ്പൊ ഫിഫ്ത്ത് ടേം ആണ് എന്ത് വരും? A + ഫോർത്ത് ആയപ്പോൾ 4 ആയപ്പോൾ ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ 5 വരുമ്പോൾ എന്ത് വരും? 4. അപ്പം A + 4 ഡി വരും. അങ്ങനെയാണെങ്കിൽ 50 ആണെങ്കിലോ 15th ടേം ആണെങ്കിൽ എന്ത് വരും? A + 49 ഡി. അപ്പോൾ 25ാമത്തെ ടേം ആണെങ്കിലും 25th ടേം ആണെങ്കിലും എഴുതാം A + 24 ഡി. 48ാമത്തെ ടേം ആണെങ്കിൽ A + 47 ഡി. അങ്ങനെയാണെങ്കിൽ എന്ത് ടേം ആണെങ്കിലും എന്ത് ടേം ആണെങ്കിലും എഴുതും A + ഇവിടെ നോക്കിക്കേ. 25 ആയപ്പോൾ 25ൽ നിന്ന് 1 കുറച്ച് 24. 48 ആയപ്പോൾ 48ൽ നിന്ന് 1 കുറച്ച് 47. അപ്പോൾ n ആണെങ്കിലും എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് 1 കുറയ്ക്കണം. എന്നിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ n - 1 × d. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷനാണ്, എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A + n - 1 × d. അപ്പം എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. എന്താണ് A + n - 1 × d. നമുക്കാണെങ്കിൽ ഒരു സമാന്തര ശ്രേണി ഒന്നുകൂടെ നോക്കാമേ. 5, 11, 17, 23 ഒരു സമാന്തര ശ്രേണിയാണ്. ഫസ്റ്റ് ടേം എന്താണ്? 5. ഡിനോട്ട് ചെയ്യുന്നത് A. അപ്പൊ A എന്താണ്? 5. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. എന്ത് കൂടിയാണ് പോകുന്നത്? കൂടി പോകുന്നത് എന്താണ്?
ആറ് കൂടിയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6. നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് x1. അപ്പോൾ സെക്കൻഡ് ടേമിന് എന്തായിരിക്കും? x2. തേർഡ് ടേമിന് x3. ഫോർത്ത് ടേമിന് x4. അങ്ങനെ നമുക്ക് x5, x6, x7 എന്നല്ലേ എഴുതാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഫസ്റ്റ് ടേമിന് a=5 എന്ന് എഴുതാം, അല്ലെങ്കിൽ പകരം എന്ത് എഴുതിയാലും മതി, x1=5 എന്ന് എഴുതിയാലും മതി. x1=5 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ടേമിന് എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ എന്ത് ടേമിന് എങ്ങനെ എഴുതും? xn എന്ന് എഴുതാം അല്ലേ? അപ്പോൾ xn x1 plus n minus 1 into d. ഓക്കെ ആണോ പറഞ്ഞത്? ഫസ്റ്റ് ടേമിന് x1, സെക്കൻഡ് ടേമിന് x2, തേർഡ് ടേമിന് x3, ഫോർത്ത് ടേമിന് x4. അങ്ങനെയാണെങ്കിൽ എന്ത് ടേമിന് xn. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? xn x1 plus n minus 1 into d. അതായത് എന്ത് ടേം അല്ലെങ്കിൽ xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഒന്നുകിൽ a plus n minus 1 into d എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എയുടെ സ്ഥാനത്ത് എന്തെന്ന് പറഞ്ഞാലും മതി, x1 എന്ന് പറഞ്ഞാലും മതി. അപ്പൊ എന്താവും? x1 plus n minus 1 into d എന്ന് പറയാം. നമുക്ക് ഇത് വെച്ച് 1-2 കണക്കൂടെ ചെയ്യാം. അത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, പിന്നെ പാഠപുസ്തകത്തിലെ 1-2 ക്വസ്റ്റ്യനൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം അടുത്ത നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാം. അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഓഡ് നമ്പേഴ്സ് നിരത്തി പിടിച്ചങ്ങ് എഴുതുമോ, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ നിരത്തി എഴുതുമോ. അപ്പോൾ എന്ത് വരും? 1, 3, 5, 7, 9 ഇതാണ്. അപ്പോൾ ഇതിന്റെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്രയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ് എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a plus n minus 1 into d, അല്ലെങ്കിൽ എന്ത് പറയാം? x1 plus n minus 1 into d. ഇതിലേക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് a കിട്ടത്തില്ലേ? a is equal to ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? 1. d പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 കൂടിയല്ലേ പോകുന്നത്. അപ്പൊ 2 കൂടി പോകുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് d എന്നുള്ളത് 2 ആണ്. നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു, പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് n എന്ന് കണ്ടാൽ n minus 1 into ഡിയുടെ സ്ഥാനത്ത് 2. 1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ലേ? 2n 2 into minus 1 minus 2. 2 ഇറക്കി എഴുതി. 1 minus 2, ഒന്ന് പ്ലസ് ആണ് മറ്റേത് മൈനസ് ആണ്. അപ്പം മൈനസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ 2 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1 വരും, എന്നിട്ട് വലുതിന്റെ സൈൻ മൈനസ്. അപ്പോൾ 2n minus 1 വരും. അപ്പോൾ എന്താണ്? 2n minus 1 ആണ് ഇതിന്റെ ഓൾജിബ്ര, അല്ലെങ്കിൽ എന്താണ്? ബീജഗണിത രൂപം. അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1-ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ എന്തെഴുതണം? ആൾജിബ്ര എഴുതണം, അല്ലെങ്കിൽ എന്താ എഴുതും? ബീജഗണിത രൂപം എഴുതണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എഴുതണം. 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ 1 ഉണ്ട്, 11 ഉണ്ട്, 21, 31, 41 എങ്ങനെ. അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപം എഴുതാൻ വേണ്ടി പല രീതി എഴുതാം. ഞാൻ അതിലെ ഒരു മെത്തേഡാണ് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം. xn അല്ലെങ്കിൽ എന്ത് ടേം ഇസ് ഈക്വൽ ടു a plus n minus 1 into d. ഇവിടെ എയുടെ സ്ഥാനത്ത് എത്രയാണ്? എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 1. d പൊതുവ്യത്യാസം 10. വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. എയുടെ സ്ഥാനത്ത് 1 കൊടുത്തു, പ്ലസ് n minus 1, അതിന് വ്യത്യാസമൊന്നും വേണം. എന്നിന്റെ സ്ഥാനത്ത് n തന്നെ കിടന്നാണ്. d എത്രയാണ്? 10. 1 പ്ലസ് 10n മൈനസ് 10. 10n ഇറക്കി എഴുതി. മൈനസ് 10 പ്ലസ് 1 മൈനസ് 9. അപ്പൊ 10n minus 9 ആണ് ഇതിന്റെ ഓൾജിബ്ര, അല്ലെങ്കിൽ എന്താണ്? ബീജഗണിത രൂപം. അപ്പൊ ഇത് എക്സാമിന് 1-2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇത് നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ ബീജഗണിത രൂപം ഓൾജിബ്ര എഴുതാൻ വേണ്ടി പഠിച്ചു. ഇനി തിരിച്ചാണെങ്കിൽ തിരിച്ചും ചോദിക്കാറുണ്ട്. ഓൾജിബ്ര വന്നിട്ട് തിരിച്ച് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടി ചോദിക്കും. എന്നിട്ട് അതിന്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം, അതുപോലെ സീക്വൻസ് ഫോം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അങ്ങനെ കുറേയേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതുകൂടെ ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് തിരിച്ചു നോക്കാം. അതായത് ആൾജിബ്ര തന്നാൽ, ബീജഗണിത രൂപം തന്നാൽ എങ്ങനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാം. അപ്പം എക്സാമ്പിൾ, ബീജഗണിത രൂപം 5n + 3 ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഓൾജിബ്ര എന്നുള്ളത് 5n + 3 ആണെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ x1 കൊടുക്കാം, അല്ലെങ്കിൽ ഏത് കൊടുത്താലും മതി. എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഫസ്റ്റ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന്റെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 5 × 1 + 3. അപ്പോൾ എത്ര വരും? 5 + 3 = 8. അപ്പോൾ ഫസ്റ്റ് ടൈം എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈം x2, അല്ലെങ്കിൽ രണ്ടാമത്തെ പദം x2 കണ്ടുപിടിക്കാൻ വേണ്ടി 5 × രണ്ടാമത്തെ പദമല്ലേ, രണ്ടാമത്തെ ടൈം അല്ലേ, അപ്പോൾ ഇതിന്റെ പ്ലേസിൽ 2 എന്ന് കൊടുത്തു. 10 + 3 = 30. മൂന്നാമത്തെ പദമാണെങ്കിലോ s3 = 5 × 3 + 3. 5 × 3 15 + 3 18. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ടൈം എന്താ? 8. ചില സമയത്ത് ചോദിക്കും കോമൺ ഡിഫറൻസ് എന്താണ്. ഇപ്പം 3 ടൈം കിട്ടിയില്ലേ, ഇപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇപ്പം x1 x2 s3 കിട്ടി. x1 എത്രയായിരുന്നു? 8, x2 13 18, ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ടൈം 8 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര വരും? ഈ 30 നിന്ന് 8 മൈനസ് ചെയ്താൽ പോലെ നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുക്കുന്നു, അതിനെ രണ്ടാമത്തേതിൽ നിന്ന് ആദ്യത്തെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കിട്ടും. അപ്പൊ ബി എന്നുള്ളത് എന്ത് കിട്ടും? 5. അതുപോലെ നമുക്കാണെങ്കിൽ സീക്വൻസ് ഫോം ചെയ്തല്ലോ. 8 13 18, അടുത്ത എന്ത് വരും? എത്ര കൂടിയാ പോകുന്നത്? 5 കൂടിയല്ലേ പോകുന്നത്. അപ്പൊ അടുത്തെന്ത് വരും? 23 27. അപ്പൊ ഇത് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിട്ട് എത്ര മാർക്ക് വരും? 3 മാർക്ക് വരും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒരു കണക്കൂടെ ചെയ്ത് നോക്കാം. The algebraic expression of arithmetic sequence is 3 - 5n. Find ആദ്യത്തേത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. രണ്ടാമത്തേത് ഫസ്റ്റ് ടൈം, ആദ്യ പദം. മൂന്നാമത്തേത് ഫോം ദ സീക്വൻസ്, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യണം. അപ്പൊ നേരത്തെ ചെയ്ത് സെയിം സ്റ്റെപ്പ് ചെയ്താൽ പോലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാം. xn = 3 - 5n. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? x1 കണ്ടുപിടിക്കുക. x1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൈം. കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ എന്നിന്റെ പ്ലേസിൽ 1 കൊടുത്താൽ മതി. അപ്പൊ 3 - 5 × 1. ഇപ്പൊ എന്ത് വരും? 3 - 5 = -2. അതുപോലെ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം. 3 - 5 × എന്നിന്റെ പ്ലേസിൽ 2 കൊടുക്കുന്നു. അപ്പം 3 - 10 = -7. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? x3 ചെയ്യാമല്ലോ. x3 = 3 - 5 × 3 ആണ് മൂന്നാമത്തെ ടൈം. 5 × 3 = 3 - 15 = -12. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? x1 s2 s3 കിട്ടിയില്ലേ? ആദ്യം എന്തായിരുന്നു? -2 ആയിരുന്നു, രണ്ടാമത് -7 ആയിരുന്നു, അടുത്തത് -12. ഇത്രയുമായി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. നമുക്ക് സീക്വൻസ് കിട്ടി. -2 -7 -12. ഫസ്റ്റ് ടൈം -2, സെക്കൻഡ് ടൈം -7, തേർഡ് ടൈം -12. ആദ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ള 2 ടൈം എടുക്കുക. അടുപ്പിച്ചുള്ള 2 നമ്പർ, 2 ടൈം, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടൈം. അപ്പോൾ 2 ടൈം എടുത്തു. അടുത്ത രണ്ടാമത്തെ ടൈമിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? ആദ്യത്തെ ടൈം മൈനസ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ ടൈം എന്താ? -2. അപ്പോൾ എന്ത് വരും? -7. 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ്. അപ്പോൾ -7 + 2 എന്ന് വരും. ഇപ്പോൾ ഒന്ന് മൈനസും മറ്റേത് പ്ലസും വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. 7ൽ നിന്ന് 2 മൈനസ് ചെയ്തു, 5 വന്നു. വലുതിൻ്റെ സൈൻ -5. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, -2. അപ്പോൾ രണ്ടാമത്തെ മാർക്കായി. ഇനി ഈ ഫോം ദ സീക്വൻസ്, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇതിൽ നിന്ന് ഫോം ചെയ്യണം. അതായത് നമ്മൾ ആദ്യമേ ചെയ്തതാണ്. -2 -7 -12. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. വേണമെങ്കിൽ അടുത്ത ടൈമും പറയാമല്ലോ. -2
മൈനസ് അപ്പോൾ -17 -22 -27 അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അപ്പോൾ ഇതുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാർക്കായി? 3 മാർക്കായി. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര ബീജഗണിത രൂപം എഴുതാൻ പഠിച്ചു. അതുപോലെ തന്നെ തിരിച്ച് എന്താണ് ആൽജിബ്രയിൽ നിന്ന് ബീജഗണിത രൂപത്തിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനും പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക.